ഇന്ന് നമുക്ക് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചമ്മന്തി തയ്യാറാക്കിയാലോ. സ്പൈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി തന്നെയാണിത്. അപ്പോൾ ഇത് ഉമ്മച്ചീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു റെസിപ്പി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പോൾ ചോറിൻ്റെ കൂടെ കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഈ ഒരു ചമ്മന്തി കൂട്ടിയിട്ട് തന്നെ വയറ് നിറയെ ഭക്ഷണം കഴിക്കാം കേട്ടോ. അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി തന്നെയാണിത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഉണക്കമീൻ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു 3 അയലമീനാണ് എടുത്തിട്ടുള്ളത്. ഉണക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. മത്തി വേണമെങ്കിലും അല്ലെങ്കിൽ മാന്തളോ മുള്ളനോ അത് ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലപോലെ ഡ്രൈ ആയിട്ട് തന്നെ പൊരിച്ചെടുക്കണേ. എന്നാലാണ് നമുക്ക് അരച്ചെടുക്കുന്ന സമയത്ത് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടുകയൊക്കെ ചെയ്യുള്ളൂ. കഴിക്കുന്ന സമയത്ത് മുള്ളൊന്നും കുത്തരുതല്ലോ, അതുകൊണ്ടാണ്. മുള്ളനൊക്കെ എടുക്കുന്നത് എങ്കിൽ നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ മീനൊന്ന് നല്ലപോലെ ഒന്ന് പൊരിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. ഒരുപാട് നേരം കുക്ക് ചെയ്ത് കിട്ടുമൊന്നും വേണ്ട. നമ്മൾ ഈ ഒരു മീൻ സൈഡിലേക്ക് വെച്ചിട്ട് ആ എണ്ണയിൽ തന്നെ ഒന്നങ്ങ് വാട്ടിയെടുത്താൽ മതി. ഇതുപോലെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവില്ലേ, ആ സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വളംപുളി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് എരിവ് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. മുളകും അതുപോലെ തന്നെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ലപോലെ ചൂടാറിയതിന് ശേഷം മിക്സീനെ ജാറിലിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. വെള്ളം ചേർക്കാതെ തന്നെ ഇതുപോലെ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള ചമ്മന്തിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിനായിട്ടുണ്ട്. നമുക്ക് ഉപ്പൊക്കെ ഈ സമയത്ത് ടേസ്റ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഉണക്കമീനാകുമ്പോൾ അത്യാവശ്യം ഉപ്പൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഉപ്പ് കുറവുണ്ട് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് ടേസ്റ്റ് ചെയ്തിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി തന്നെയാണിത്. അപ്പോൾ ഇതുപോലെ ചമ്മന്തി തയ്യാറാക്കി നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്